പുതുവത്സര രാത്രിയുമായിട്ടൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. മഴ ചാറാനുള്ള സാധ്യതയില്ല എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ. പ്രത്യേകിച്ച് UAE നഗരപ്രദേശങ്ങളിൽ ചെറിയ മഴ പോലും പെയ്യാൻ ഇന്ന് രാത്രി സാധ്യതയില്ല എന്നാണ്. എന്നാൽ ശരിയായ വിൻ്റർ നൈറ്റ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന വിധത്തിൽ താപനില കുറഞ്ഞിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് അതിസുന്ദരമായ കാലാവസ്ഥ, 16 ഡിഗ്രി, 17, 18, 19 ഈ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കാവുന്ന താപനിലയായിരിക്കും ഇന്ന് രാത്രി അനുഭവപ്പെടുക. അതുകൊണ്ട് പുറത്തിറങ്ങാൻ നിൽക്കുന്നവർക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തണുപ്പിനെ അകറ്റിക്കൊണ്ട് ധൈര്യമായി മഴയില്ല എന്നൊക്കെ കരുതിക്കൊണ്ട് തന്നെ പുറത്തേക്ക് പോകാം. പക്ഷേ ബുർജ് ഖലീഫയിലേക്ക് പോകുന്നവർ പറഞ്ഞ പോലെ തന്നെ RTA പല റോഡുകളും അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൊളിവാർഡ് റോഡൊക്കെ ഇപ്പോൾ തന്നെ ഞങ്ങളത് പറയുന്ന വൈകുന്നേരം 6 കഴിയുമ്പോൾ തന്നെ അവിടെയൊക്കെ അടച്ചു. ജനനിബിഡമായി മാറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ അത്രയ്ക്ക് റോഡിൽ കൂടി നടക്കാൻ പറ്റാത്ത വിധത്തിൽ തിരക്കാണ്. അത് മനസ്സിലാക്കണം. ഏതായാലും കിരിബാത്തിയിൽ പുതിയ സൂര്യനെ കണ്ടു. ന്യൂ ഇയർ പിറന്നു. ന്യൂസിലൻഡിൽ പിറന്നു. ഓസ്ട്രേലിയയിൽ പിറക്കുന്നു. അങ്ങനെ ഓരോരോ രാജ്യങ്ങളായി കടന്ന് രാത്രി 12-ന് UAE നമ്മളെല്ലാവരും വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ 1.5 മണിക്കൂർ നേരത്തെ വരവേൽക്കും. ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ നന്മകളും നിറഞ്ഞ വർഷമാകട്ടെ 2026 ദുബായ് വാർത്തയും ആവേശപൂർവ്വം ആശംസിക്കുന്നു. ന്യൂ ഇയറായിട്ട് നല്ലൊരു കാര്യം ഏതായാലും കേൾക്കണമല്ലോ. അതൊന്ന് പകരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പെട്രോൾ ഡീസൽ വില ഡിസംബർ മാസത്തിൽ എന്തായിരുന്നോ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ജനുവരിയിൽ കിട്ടുമെന്നുള്ള സന്തോഷകരമായ ആദായകരമായ വർത്തമാനമാണ്. അതും ചില്ലറ പൈസയുടെ കുറവൊന്നുമല്ല. ഏതാണ്ടൊരു 17 ഫിൽസിൻ്റെ കുറവാണ് 1 ലിറ്ററിന് സൂപ്പർ 98 പെട്രോളിന് വന്നിരിക്കുന്നത്. സ്പെഷ്യൽ 95-നാണെങ്കിൽ 2.42 ഉള്ളൂ. 2.58 ആയിരുന്നല്ലോ ഡിസംബറിൽ. 2.70 ആയിരുന്ന സൂപ്പർ 98 ആണ് 2.53 ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് ജനുവരിക്ക് വേണ്ടി. E+ കാര്യം പറയുകയാണെങ്കിൽ 2.51 ആയിരുന്നത് 2.34 കുറയുകയാണ്. ഡീസലും 30 ഫിൽസാണ് കുറഞ്ഞിരിക്കുന്നത്. 2.85 ആയിരുന്നത് 2.55 കുറഞ്ഞിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് ഒരുപാട് ഇന്ധനമൊന്നും ഒഴിച്ചിട്ട് കൂടുതൽ യാത്ര ചെയ്യാനൊന്നും വിചാരിക്കേണ്ട. അത്യാവശ്യത്തിന് മാത്രം യാത്ര ചെയ്താൽ മതി. നല്ല ട്രാഫിക്കുള്ള മാസമാണ് ജനുവരി എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അവധിക്ക് പോയവരൊക്കെ തിരിച്ചു വരികയും സന്ദർശകർ പൊതുവേ UAE കൂടുകയും ചെയ്യുന്ന സമയമാണ്. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ഗ്ലോബൽ വില്ലേജ്, ഇങ്ങനെ ഒരുപാട് ഒരുക്കങ്ങൾ നടന്നു വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി, കാണാൻ വേണ്ടി, അത് ആസ്വദിക്കാൻ, പകർത്താൻ വേണ്ടിയൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സമയമാണ്. അതിൻ്റെതായ തിരക്ക് റോഡിലുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലകൊള്ളുക. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ, വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ്, താസി ഗോൾഡൻ ഡയമണ്ട്സ്, eLessons.net, എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ, കിസ ഫ്ലോർ മിൽസ്, ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ, ട്രാവൽ ആൻഡ് മൂവേഴ്സ്, ഫിറ ഫുഡ്സ്, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, അൽ ഉസൂദ് കാർഗോ, അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ.